നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് അത് സന്തോഷം തരുന്ന കാര്യമല്ലേ. ഇന്നൊരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എനിമികളാണെന്നാ. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ ഇന്ന് ശരിക്കും അറിഞ്ഞു. ഞാൻ അറിയാത്ത, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ നമ്മളെ കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്യാഞ്ഞിട്ട്, എന്താ വെച്ചാൽ എൻ്റെ വര സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കിലായിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോനെക്കാട്ടിലും മുൻഗണന കൊടുക്കുന്നത് എൻ്റെ ജോലിയോട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. എന്താ പറയുക, കണ്ണിനൊക്കെ നല്ല സ്ട്രെയിൻ കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. എന്താ പറയുക, രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ വരയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പം വന്നിക്കുക നമ്മുടെ കുട്ടിച്ചാത്ത മൈഗ്രെയിൻ വന്നു. അതിനെ സംബന്ധിച്ച് എനിക്കിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പുതിയ കാഷ്വാലിറ്റി തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോണത്. അത് എന്താ പറയുക, എന്നാണ് ഓപ്പൺ ചെയ്തതെന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ആദ്യം ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഒരാൾക്കൊരു മറുപടിയും കൊടുക്കാനുണ്ട്. സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് പറയാൻ കാരണം, ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റി മുതൽ അവിടുത്തെ ഡോക്ടേഴ്സ് വരെ എന്നോട് പെരുമാറിയൊരു പെരുമാറ്റം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഹാർട്ട് ടച്ച് ചെയ്യാന്ന് പറയില്ലേ. എനിക്ക് കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കാട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. അപ്പം എൻ്റെ ചിന്തയിലൊക്കെ പണ്ടത്തെ കാഷ്വാലിറ്റിയാണ്. അപ്പോൾ അവിടെ മോർച്ചറിൻ്റെ അടുത്ത് പണ്ടത്തെ കാഷ്വാലിറ്റി ഉള്ളപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെമ്മറിയിൽ ഞാൻ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ തണലിൻ്റെ എന്തിൻ്റെ കീഴിൽ അന്നദാനം, ഫുഡ് അന്നദാനം എന്നാണോ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, അത് കൊടുക്കുന്നൊരു സമയത്തേക്ക്, ഉച്ച സമയത്തേക്കാണ്, 1 മണിക്ക് കണ്ടാൽ ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ മെഡിക്കൽ കോളേജ് എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പം അവിടെ നിൽക്കുന്ന കുറേ ചേട്ടന്മാർ, നമുക്ക് നമ്മുടെ മന്ത്രി പറഞ്ഞൊരു ഡയലോഗുണ്ട്, വണ്ടി ഓടിക്കാൻ അറിഞ്ഞാൽ തന്നെ പോരാ, അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് സത്യമാണ്. അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ആർക്കാണെങ്കിലും. നമ്മളിപ്പം എത്ര ഹെവി വെഹിക്കിൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞാലും കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത് നിസ്സാര സംഭവമല്ല എന്നുള്ളത് എനിക്കറിയാവേ. അപ്പം ഇവരൊക്കെ ചെറിയൊരു ഗ്യാപ്പിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തന്നതിന് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടി ഇറങ്ങി പണ്ടത്തെ കാഷ്വാലിറ്റി പോയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഒരു സെക്യൂരിറ്റി ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചീനോട് ചോദിച്ചു, ചേച്ചി കാഷ്വാലിറ്റി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് മോളെ താഴെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് വന്നത്, ഞാൻ പറഞ്ഞു വണ്ടിയിലാണെന്ന്. എന്നാൽ ആളിനോട് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോരാൻ പറ, അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് തന്നെ. അപ്പം ആരുമില്ല, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വരെ നടക്കണ്ട, ഉച്ച സമയത്തല്ലേ, വെയിലുമാണല്ലോ, അപ്പം വണ്ടി എടുത്തിട്ട് പോട്, അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ പാർക്ക് ചെയ്യാൻ സമ്മതിക്കുമോ. സെക്യൂരിറ്റിനോട് പറഞ്ഞാൽ മതി, പേഷ്യൻ്റ് നീ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് അവർ ചെയ്തു തരുമെന്ന്.
അങ്ങനെ പുതിയ കാഷ്വാലിറ്റി പോയി. എനിക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടി. ഇങ്ങനെ OP ടിക്കറ്റ് എടുക്കണമെന്ന് സത്യം പറയാച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്ന സമയത്തും തിരിച്ച് ജസ്ന അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പം ഭയങ്കര സന്തോഷം. അങ്ങനെ ഫസ്റ്റിൽ ഡീറ്റെയിൽസൊക്കെ എഴുതിയ കുട്ടി ഒരു മുസ്ലിം കുട്ടിയാട്ടോ. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളെ ജാതിയും മതമൊക്കെ നോക്കിയിട്ട് സ്നേഹിക്കുന്ന വെറുക്കുന്നേക്ക് ആൾക്കാരുണ്ടാവും. ചുമ്മാതാ. ആ കുട്ടി എന്നോട് കാണിച്ചൊരു കെയർ. അങ്ങനെയാണ് ആ മതത്തിൻ്റെ പേര് ജോലിയിൽ മതവും ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ കുട്ടി വേഗം അവിടുന്ന് അത്രയും ആൾക്കാരുണ്ടാവും എന്നറിയാമല്ലോ. ഡീറ്റെയിലായിട്ട് ചോദിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്ത് പറയണം ഡീറ്റെയിലായിട്ട് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ സെക്യൂരിറ്റി ചേച്ചി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ. പിന്നെ പാർക്കിങ്ങിലുള്ളത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞിട്ടും ഇല്ല കേട്ടോ. അതും ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഈ OP പോയപ്പോൾ എൻ്റെ പൊന്നാര മക്കളെ, ഞാൻ നിങ്ങൾ വിചാരിക്കും പൊങ്ങച്ചം പറയാം, അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ കൂടി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് പോകുന്ന സമയത്ത് 10 ആൾ അറിയാത്തതാട്ടോ നല്ലതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. വരുന്നോളും പോകുന്നോലൊക്കെ ഇങ്ങനെ ചോദിക്കുക, ജസ്ന അല്ലേ? അതെ. എന്താ വീഡിയോ ചെയ്യാത്ത? ഞാൻ പറഞ്ഞു കുറച്ച് തിരക്കിലായി. വരെയുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഉണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുക. അപ്പം എനിക്കിങ്ങനെ തലവേദനയായിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇവരോട് പറയാൻ പറ്റുമോ ഈ തലവേദനയാണെന്ന്? കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടറിനോട് കണ്ണപ്പനോട് പറഞ്ഞു മെഡിക്കൽ ഓഫീസർ കാണണം. മെഡിക്കൽ ഓഫീസറുടെ അടുത്തേക്ക് എന്നെ വിട്ടു. അപ്പോൾ മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് പോയ സമയത്ത് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ഇവിടുന്ന് എന്ന് വെച്ചാൽ എന്താ റെഡ് ഏരിയയോ എന്തോ, റെഡ് ഏരിയ യെല്ലോ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലം പറഞ്ഞിരുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റൂല, OP വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നഴ്സ് പറഞ്ഞു ഡോക്ടർ അറിയില്ലേ ഈ കുട്ടീനാന്ന് ചോദിച്ചു. അല്ല നഴ്സ് പറഞ്ഞു. അപ്പോൾ നഴ്സ് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നത്, എനിക്ക് തലവേദനയായിട്ട് അവരോട് സംസാരിക്കാനോടുള്ളൊരവസ്ഥ ഇല്ല, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉടനെ എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ആ മെഡിക്കൽ ഓഫീസർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പ്രിസ്ക്രിപ്ഷൻ്റെ അകത്ത് എഴുതി എന്നോട് അവിടെ സ്റ്റൂൾ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. കാരണം അത് ഞാൻ വലിയ ആളായിട്ടൊന്നും അല്ല കേട്ടോ. അവിടെ ഈ OP എന്ന് വെച്ചാൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്, ഇരിക്കുന്ന പേഷ്യൻസ് ഉണ്ട്, നിൽക്കുന്ന പേഷ്യൻസ് ഉണ്ട്. ഇവരുടെയൊക്കെ അടുത്ത് നമ്മളോട് ആൾക്കാർ കൂട്ടം കൂടി സംസാരിക്കുക എന്ന് പറയുമ്പം ഹോസ്പിറ്റലുകാർക്കും ബുദ്ധിമുട്ടാണ്, പേഷ്യൻറ്റിനും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ് അല്ലേ? അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം അവിടെ തന്നെ ഇരുത്തി. ഡോക്ടർ അവിടെ വന്നു. എന്നോട് കണ്ടിട്ട് വേറൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ഡോക്ടറെ കാണാൻ എന്നോട് പറഞ്ഞു ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ്. പിന്നെ OP ആ ഡോക്ടറെ അടുത്ത് ആളൊഴിഞ്ഞ സമയത്ത് എന്നെ അങ്ങോട്ട് വിളിച്ചു കേട്ടോ. അങ്ങോട്ട് വിളിച്ച സമയത്തും ഞാൻ ഡോക്ടറോട് ഡീറ്റെയിൽ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്ന ആൾക്കാർ ജസ്ന അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന എനിക്കും എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ള ഒരു അവസ്ഥയിലല്ല. ഡോക്ടർക്ക് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മളോട് പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നതിനെക്കാട്ടിൽ പേഷ്യൻറ്റ് മറ്റൊരാളോട് സംസാരിക്കാൻ പറയുമ്പം ഡോക്ടർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കേസല്ലേ. അപ്പോൾ അവിടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പം ബ്രദർ എന്നോട് പറഞ്ഞു എന്താ ഞാൻ നേരത്തെ പോയ റെഡ് ഏരിയ ഉണ്ടല്ലോ, അവിടെ പോയാൽ അവരോട് പോയി ചോദിച്ചാൽ ഒരു മാസ്ക് കിട്ടും, അത് വാങ്ങിട്ടോ എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു മാസ്ക് ഇടുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ ആളായിട്ടോ ഒന്നുമല്ല. ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മളറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ അവരോട് കഥയും പറഞ്ഞ് നിൽക്കുമ്പം ഓപ്പോസിറ്റുള്ള പേഷ്യൻറ്റിന്, അവിടെയുള്ള ഡോക്ടേഴ്സിന്, കൂടെയുള്ള ബൈസ്റ്റാൻഡർക്ക് ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്.
കാരണം എന്നെ സംബന്ധിച്ച് നിസ്സാര തലവേദനയാണ്. എൻ്റെ പൊന്നാര മക്കളെ, കാഷ്വാലിറ്റിയിലൊന്ന് നിൽക്കണം. നമ്മുടെ അസുഖമൊന്നും ഒന്നും അല്ലടോ. അപ്പം അവരിങ്ങനെ ഇപ്പോഴത്തെ വിഷമമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളോടിങ്ങനെ ചിരിച്ചും കളിച്ചും സംസാരിക്കുമ്പോൾ നമ്മൾ കല്യാണ വീട്ടിലൊന്നല്ലല്ലോ പോയത്. അങ്ങനെ ഞാൻ അവിടുന്ന് മാസ്ക് വാങ്ങിയിട്ട് ഡോക്ടർ ഡീറ്റെയിലൊക്കെ എഴുതി മെഡിസിനൊക്കെ കുറിച്ച് തന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ എന്നോട് അവിടെ OP-യിൽ വന്നിട്ട് കാണിക്കാൻ, ന്യൂറോളജിയാണോ? ന്യൂറോളജി. എനിക്ക് ഞരമ്പിന് സുഖങ്ങളൊന്നും ഇല്ലട്ടാ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ഒരു സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിപ്പം ഞാൻ നിങ്ങളോട് പറയാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് കണ്ട ആൾക്കാർ മുഴുവനോ എന്നോട് ചോദിച്ചത് എന്താ വീഡിയോ ഇടാത്തത്, ചിത്രം വരയ്ക്കുന്നില്ലേ? ഇതൊക്കെ കേൾക്കുമ്പം ഭയങ്കര സന്തോഷം കേട്ടോ. എന്നെ വെറുക്കുന്നവരാണുള്ള, ഇനിയിപ്പം ആ കണ്ടവരിൽ എന്നെ സ്നേഹിക്കുന്നവരാണോ വെറുക്കുന്നവരാണോ നമുക്ക് അവരുടെ എന്താ പറയുക, ചക്കയാണെ ചൂന്ന് നോക്കാം, മനുഷ്യൻ്റെ മനസ്സ് ചൂന്ന് നോക്കാൻ പറ്റൂല എന്ന് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് അവരെ ചൂന്ന് നോക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് അവർ നമ്മളോട് ചിരിക്കുന്നത് റിയൽ എന്ന് പറയല്ലേ, റിയലാണ് എന്ന് വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. റിയലാണെന്ന് പറയാനും പറ്റില്ല. നല്ല മനസ്സോടെ കൂടിയാണ് എന്നോട് സംസാരിച്ചതെന്ന് വിശ്വസിക്കുന്നു. എന്ത് തന്നെയായാലും ഞാൻ ഒന്നിനെയും വിശ്വസിക്കില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇന്നും എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിൻ്റെ മുമ്പിൽ ചിരിക്കുന്ന ആൾക്കാർ മറഞ്ഞു നിന്ന് നിന്നെപ്പറ്റി കുറ്റം പറയുന്നത് നിനക്കറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പലരും അങ്ങനെയാണ്. നമ്മുടെ കൂടെ നിന്നിട്ട് തിരിഞ്ഞു നിന്ന് നമ്മളെ കുറ്റം പറയും. അപ്പം നമ്മൾ ആരെയും കണ്ണടിച്ച് വിശ്വസിക്കരുത് ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ ഞാൻ ഈ അടുത്ത് കമൻറ്റിന് മറുപടി കൊടുത്തൊരയാളോട് എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായി, ബോറടിപ്പിക്കുന്നത് ശരിയല്ല. അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പം ആ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജിസ്നസ്ലി. ടാറ്റാ.